സ്പൈസി ടീലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പയർ തോരനാണ്. അപ്പോൾ ഞാൻ ഒരു 10-12 നാടൻ പയർ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിയാണ് ചെയ്തിട്ടുള്ളത്. തേങ്ങയാണ് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയതുണ്ട്. വെളുത്തുള്ളി 2-3 അല്ലി എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിന് ആവശ്യത്തിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി അതൊരു 2 ചെറിയ ഉള്ളി കാണും, അത്രേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ആദ്യമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നല്ല ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കാം. ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സീസൺ ചെയ്യാനായിട്ട് ആദ്യം ഉഴുന്നാണ് ആഡ് ചെയ്യുന്നത്. 1.5 ടീസ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ചുവപ്പ് നിറമാകുമ്പോൾ, ലൈറ്റ് ചുവപ്പ് നിറമാകുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ആഡ് ചെയ്യുന്നുണ്ട്. 3/4 ടീസ്പൂൺ കടുകാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കടുകൊന്ന് പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പയർ ആഡ് ചെയ്യുകയാണ്. പയർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാനെല്ലാം ചെയ്യുന്നത്. ഇനി നമുക്ക് അരപ്പിന് ആവശ്യമായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിലിട്ട് ഒരുപാട് അരഞ്ഞു പോകുന്ന വെച്ചിട്ടാണ്. ഇനി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് തന്നെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ചതക്കുക തന്നെ വേണം. ഇപ്പോൾ അമ്മിയിലാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താലും മതി, കുഴപ്പമില്ല. മിക്സിയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മളുടെ അടച്ചു വെച്ചിരിക്കുന്ന പയറിലേക്ക് ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം പയർ ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. ഇതൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാൻ, നിങ്ങൾക്ക് ഓപ്ഷണലാണ്, ഞാൻ ആഡ് ചെയ്യുന്നില്ല. കുറച്ച് കരിവേപ്പില കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് 4 മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് തന്നെ വേവിക്കുക. ഒരു 15 മിനിറ്റ് കൊണ്ട് പണി കഴിയും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് പയർ തോരന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ പറയണം. അപ്പോൾ തീ ഓഫാക്കിയതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി മുകളിലൂടെ ഒന്ന് ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരു ഹൃദ്യമായ ഓണം ആശംസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.